കേരളത്തിലേറെ ചർച്ചയായ വിവാദമായിരുന്നു മാസപ്പടി വിവാദം. CMRL മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടിലായിരുന്നു SFIO അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിന്റെ പുരോഗതി അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളൊക്കെ ഇന്ന് SFIO ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് ചില വിവരങ്ങൾ SFIO ഹൈക്കോടതിയിൽ ധരിപ്പിച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാൻ ഡൽഹിയിൽ നിന്ന് ധനസുമോദ് ചേരുകയാണ്. ധനസുമോദ്, SFIO ഹൈക്കോടതിയിൽ നൽകിയ ചില നിർണായക കണ്ടെത്തലുകൾ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഒരു 2:45 കോടതിയിൽ വാദം ആരംഭിച്ചത്. CMRLന്റെ വാദം തന്നെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. CMRL തന്നെയാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ആ SFIOയ്ക്ക് ഇക്കാര്യത്തിൽ അന്വേഷിക്കാൻ അധികാരമില്ല എന്നായിരുന്നു അവരുടെ ആദ്യത്തെ വാദത്തിന് ഉള്ളടക്കം. അതിനുശേഷമാണ് പിന്നീട് ദിവ്യ പറഞ്ഞതുപോലെ തന്നെ ഈ SFIOയുടെ വാദം തുടങ്ങിയത്. SFIO പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഇതൊരു കാലിത്തീറ്റ കുംഭകോണത്തുമായി ബന്ധപ്പെടുത്തിയ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. കാര്യം നേരത്തെ വ്യാജ ബിൽ നിരവധി ഉണ്ടാക്കിയാണ് കാലിത്തീറ്റ കുംഭകോണം നടത്തിയത്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട നേതാവിന് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഏതൊരു പ്രധാനപ്പെട്ട നേതാവിനാണ്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനാണ് ഇത് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു. അവരുടെ അന്വേഷണം പൂർത്തിയായിരിക്കുകയാണ്. ഇനിയൊരു FIR ഇട്ട് ഇനി അടുത്തൊരു നിയമ നടപടികളിലേക്കും വിചാരണയിലേക്കാണ് കടക്കേണ്ടത്. അതിനുവേണ്ടി ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ നിന്നടക്കം വിശദമായ ഒരു അന്വേഷണ കേന്ദ്രത്തിൻ്റെ അനുമതി ആവശ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി. മാത്രമല്ല ഇക്കാര്യത്തിൽ SFIOയ്ക്ക് കൃത്യമായി ഇടപെടാനും അന്വേഷിക്കാനും എല്ലാവിധ അധികാരവുമുണ്ട്. ഒന്നാമത്തെ കാര്യം CMRLലെ ഓഹരി പങ്കാളിത്തം KSIDC ഉണ്ട്. അതൊരു പൊതു പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അന്വേഷിക്കാം. മാത്രമല്ല നികുതി ട്രിബ്യൂണൽ ആണ് നേരത്തെ തീരുമാനമെടുത്തത്. ഇതിൽ ക്രമക്കേട് എന്തൊക്കെ നടത്തി എന്നുള്ളൊരു കാര്യം ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് SFIO എന്ന ഏജൻസി ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ 135 കോടിയല്ല അതിന് മുകളിൽ പണം CMRL ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അവർ ചൂണ്ടിക്കാട്ടിയത് ഇത് കേവലം രാഷ്ട്രീയ പ്രവർത്തകർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ മാധ്യമങ്ങൾക്കോ കൊടുത്ത തുക എന്നതിനുപരി, എക്സാലോജിക്കിനും കൊടുത്ത തുക എന്നതിനുപരിയായിട്ട് തന്നെ തീവ്രവാദ സ്വഭാവമുള്ള അതിന് സിമ്പതൈസറായ ആൾക്കാർക്ക് ഈ പണം എത്തിയോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇതോടുകൂടി കോടതി ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഇതൊരു ദേശവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇത് NIAക്ക് ഈ വിവരം കൈമാറണ്ടേ എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ചോദിച്ചത്. അതിൻ്റെ ഒരു ഘട്ടമാകുന്നതേയുള്ളൂ. പ്രാഥമിക അന്വേഷണത്തിൽ മാത്രമാണ് ഇക്കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണയുള്ളത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദേശവിരുദ്ധ ശക്തികളുടെ അല്ലെങ്കിൽ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരം കിട്ടിയതിൽ NIAക്ക് കൈമാറാം. ആ തരത്തിലുള്ള തുടർ നടപടി എടുക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. CMRL ഇവിടെ വന്നത് തന്നെ SFIOയുടെ ഒരു അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞാണ്. അവസാനം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു വടി കൊടുത്ത് അടിവാങ്ങുക എന്ന രീതിയിലേക്ക് അവസാനം CMRLനെ കൊണ്ടുപോയി ഇതൊരു ദേശവിരുദ്ധ ശക്തി അല്ലെങ്കിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളിലേക്ക് പണം എത്തിച്ചു എന്ന ആരോപണത്തിലേക്ക് വരെ കുടുങ്ങിക്കിടക്കുകയാണ്. അന്വേഷണം വഴി മാറുകയാണ്. CMRL ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന സംശയം ഉന്നയിക്കുന്നു. ആ തരത്തിലേക്കടക്കം അന്വേഷണം നീങ്ങുമെന്ന സൂചനകൾ കൂടിയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. ധനസുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ